Good morning dear students. അപ്പോൾ HRമിൽ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത് റോൾ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ചലഞ്ചസ് ടു ട്രെയിനിങ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആണ്. അപ്പോൾ അതിൽ ട്രെയിനിങ് മാനേജറുടെ റോൾ റെസ്പോൺസിബിലിറ്റീസ് ചലഞ്ചസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്ന ചലഞ്ചസ് ടു ട്രെയിനിങ് മാനേജറാണ്. അപ്പം ഇത് ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്, ഞാനത് ഷോർട്ടായിട്ട് ആക്കിയെന്നേ ഉള്ളൂ, നോട്ടാക്കിയെന്നേ ഉള്ളൂ. The training manager is a manager. Effective management is required to become training successful. He must plan, organize, staff, direct and control within the context of training. Thus, he accomplishes his job by performing the functions of planning, organizing, staffing, directing and controlling. Training managers face number of challenges. അപ്പോൾ ട്രെയിനിങ് മാനേജറുടെ റോൾ എന്താണെന്നുള്ളതാണ്. ട്രെയിനിങ് മാനേജർ ഈസ് ഓൾവേസ് എ മാനേജർ. So, effective management is required to become training successful, and for that purpose, he want to undertake the functions of management like planning, organizing, staffing, directing, controlling, etc. for the purpose of training. അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഇതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് ട്രെയിനിങ് മാനേജർക്കുള്ളത് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ദ ട്രെയിനിങ് മാനേജർ ഫേസ് എ നമ്പർ ഓഫ് ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് 4 ചലഞ്ചസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അല്ലെങ്കിൽ നമുക്കതിനെ റോളായിട്ടും പറയാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടും പറയാം. ട്രെയിനിങ് മാനേജർക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണുള്ളത്? അപ്പോൾ ഈ 4 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റോളും ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ്, ടു ഐഡൻറ്റിഫൈ ദ ട്രെയിനിങ് നീഡ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് പ്രിയോറിറ്റീസ്. ആൻഡ് സെക്കൻഡ് വൺ, ടു എസ്റ്റാബ്ലിഷ് ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ്. ആൻഡ് തേർഡ് വൺ, ടു ഡിറ്റർമൈൻ റിക്വയർഡ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, പേഴ്സണൽ, എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വൺ, ടു സെലക്ട് എഫിഷ്യൻ്റ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് നീഡ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രിയോറിറ്റീസ്. അപ്പോൾ നമുക്കറിയാം, അതിൻ്റെ പോയിന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് നീഡ്സ്. ട്രെയിനിങ് നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രെയിനിങ് മാനേജറെ സംബന്ധിച്ച് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്ത്? ട്രെയിനിങ് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്, അസസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രിയോറിറ്റീസ്, ആർക്കാണ് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ആദ്യമേ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ചലഞ്ചായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ട്രെയിനിങ് മാനേജർ ടുഡേ. It is his primary function to identify the training needs of the organization and establish the priorities for training requirements. All departments have personnel who are in need of the training. The top level executives, middle level managers, first line supervisors and operational level managers are in need of peculiar training. അപ്പോൾ primary function of every training manager is to identify the training needs of the organization and then establish training priorities for training requirements. And there are different departments in the organization, and all departments have personnels or employees who are in need of training. All departments, that is marketing departments, finance department, production department, etc. In all these departments, there are employees who are in need of training. And the top level executives, middle level managers, first line supervisors and operational level managers are also need peculiar training. അപ്പോൾ ഓർഗനൈസേഷനിലെ എല്ലാവർക്കും തന്നെ ട്രെയിനിങ് ആവശ്യമുള്ളവരാണ് എന്നുള്ളതാണ്. ടോപ്പ് ലെവൽ മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ് ആയാലും, മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയാലും, ഫസ്റ്റ് സൂപ്പർവൈസേഴ്സ് ആയാലും, ഓപ്പറേഷൻ ലെവൽ മാനേജേഴ്സ് ആയാലും, ആരാണേലും ട്രെയിനിങ് അവർക്കൊക്കെ വേണ്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ട്രെയിനിങ് നീഡഡ് ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി, ട്രെയിനിങ് ഫോർ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ട്രെയിനിങ് ഫോർ ക്രിയേറ്റിവിറ്റി, ട്രെയിനിങ് ഫോർ അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്, ഹ്യൂമൻ റിലേഷൻ, എക്സെട്രാ. The employees are required training for increasing the productivity, for implementing the total quality management, for improving the creativity of the employees, and to bring the new production methods in the organization and better human relations in the organization. All these
മാറ്റേഴ്സ് റിക്വയർ ട്രെയിനിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ട്രെയിനിങ് നീഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഇഫ് ദ ട്രെയിനിങ് നീഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ദെൻ അനദർ ക്വസ്റ്റ്യൻ അറൈസ് വിച്ച് വിൽ ബി ഗിവൺ ടോപ്പ് പ്രിയോറിറ്റി ആൻഡ് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതായത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണോ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, ടോപ്പ് എക്സിക്യൂട്ടീവ്സിനാണോ ട്രെയിനിങ് ആദ്യമേ കൊടുക്കേണ്ടത്, മിഡിൽ ലെവൽ മാനേജേഴ്സിനാണോ, അതോ ഹ്യൂമൻ റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണോ എംപ്ലോയീസിന് വേണ്ടത്? അപ്പോൾ ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ചും എന്താണ് അവർക്കുള്ള പ്രിയോറിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിനിങ് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറൈസ് വാട്ട് വിൽ ബി ദ priority, what will give most priority, അത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവൻ ദോ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രെയിനിങ് മാനേജർ ടു ടേക്ക് റെലവൻറ്റ് ഡിസിഷൻ. അപ്പോൾ ട്രെയിനിങ് മാനേജർ അത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഓർഗനൈസേഷനെ ശരി അനലൈസ് ചെയ്ത് ട്രെയിനിങ് നീഡ്സും പ്രിയോറിറ്റിയും ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ സെക്കൻഡ് ചലഞ്ച് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. That is, after finishing the primary steps such as determination of training requirements and establishing priority, the next function of the training manager is to establish training objectives. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ സെലക്ഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. ഇറ്റ് ഇൻവോൾവ് ഡിറ്റർമൈനിങ് ആക്യുറേറ്റ്ലി വാട്ട് ദ എംപ്ലോയി ഷുഡ് ലേൺ ആൻഡ് മെൻഷനിങ് ദ ഡിസയേർഡ് റിസൾട്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ് ഡിറ്റർമൈനിങ് ആക്യുറേറ്റ്ലി വാട്ട് ദ എംപ്ലോയീസ് ഷുഡ് ലേൺ, എന്താണ് അവർ ലേൺ ചെയ്യേണ്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ആൻഡ് ദ മെൻഷനിങ് ദ ഡിസയേർഡ് റിസൾട്ട്, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, എന്തിന് ഹ്യൂമൻ റിലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയി റിലേഷൻഷിപ്പും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എമംഗ് ദ എംപ്ലോയീസും ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇനി പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് എങ്കിൽ എന്താണ്, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അങ്ങനെ എന്ത് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. The objectives decide the approach of training, the amenities, equipments, human resources and the materials required to conduct it and the criteria to measure its success. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് നമ്മൾ ഡിസൈഡ് ചെയ്താൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതായത് അപ്രോച്ച് ഓഫ് ട്രെയിനിങ്, ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അമ്നിറ്റീസ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കേണ്ടത്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെ വേണം, അതായത് നമ്മൾ വിഷ്വൽ എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല എക്യുപ്മെൻറ്റ്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഹ്യൂമൻ റിസോഴ്സസ്, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്, ആർക്കാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മെറ്റീരിയൽ റിക്വയർഡ്, അതിനെന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ ആവശ്യമാണെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അതുപോലെ തന്നെ ക്രൈറ്റീരിയ ടു മെഷർ ദ സക്സസ്, ട്രെയിനിങ് സക്സസ്ഫുൾ ആണോ, അതായത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്നതിനെക്കുറിച്ച് അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയും കൂടി നമ്മൾ അതിനകത്ത് ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്ത ട്രെയിനിങ് എഫക്റ്റീവ് ആയോ എന്ന് ഏത് രീതിയിലാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതാണെന്നും കൂടി ഈ ഒബ്ജക്റ്റീവിനോടൊപ്പം, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് എംപ്ലോയീസ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് സക്സസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ്, പെർഫോമൻസ് അപ്രൈസലിലൂടെയാണോ, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യം അതും കൂടി ഇവിടെ മെൻഷൻ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഇനി തേർഡ് വൺ, ടു ഡിറ്റർമൈൻ റിക്വയർഡ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, പേഴ്സണൽ, എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽ. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, തീരുമാനിക്കുക എന്നുള്ളതാണ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ, ഡിറ്റർമൈനിങ് ദ കൈൻഡ് ഓഫ് റൂം റിക്വയർഡ് ഫോർ ട്രെയിനിങ്. അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റൂമൊന്നും ആവശ്യമില്ല, അതായത് വർക്ക് പ്ലേസിൽ തന്നെയാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണെങ്കിലാണ് സ്പെഷ്യൽ റൂമൊക്കെ ആയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് ഓർഗനൈസേഷനിൽ തന്നെയുള്ള സ്പേസ് മതിയോ അതോ മറ്റുള്ള പ്ലേസ് ആണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ, ദ എക്യുപ്മെൻറ്റ്, ട്രെയിനിങ് എയ്ഡ്സ് ആൻഡ് ട്രെയിനിങ് മെറ്റീരിയൽസ് റിക്വയർഡ് ടു കണ്ടക്ട് ദ പ്രോഗ്രാം.
ചിലപ്പോൾ പ്രൊജക്ടർ ആവശ്യമുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചില എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ടാവും, മെറ്റീരിയൽസൊക്കെ ആവശ്യമുണ്ടാവും. അതൊക്കെ എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ, ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ റിക്വയർഡ് ഫോർ ദ കണ്ടക്ടിങ് ഓഫ് ദ ട്രെയിനിങ്. അതായത് ഇൻസ്ട്രക്ടേഴ്സ്, ഏത് ടൈപ്പ് ട്രെയിനറാണ്, ഇൻസ്ട്രക്ടറാണ് വേണ്ടത് എന്നുള്ളത് ട്രെയിനിങ് മാനേജർ ഡിസൈഡ് ചെയ്യണം. ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ, ട്രെയിനിങ് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ആവണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചലഞ്ചിൽ തേർഡ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഫോർത്ത് വൺ, ടു സെലക്ട് എഫിഷ്യൻറ്റ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. എന്താ നോക്കാം. എ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആർ അവൈലബിൾ ടു ദ ട്രെയിനർ. It includes lecture, conference, performance, demonstration method, recently developed program instructions, video conferencing, computer assisted training, laboratory training, etc. The training manager should select appropriate strategy for training. അപ്പോൾ ഏത് രീതിയിലാണ് എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ലെക്ചർ ആയിട്ടാണോ, അതോ കോൺഫറൻസ് ആയിട്ടാണോ, അതോ ഇനി വീഡിയോ കോൺഫറൻസിങ് ആയിട്ടാണോ, ഇനി ഡെമോൺസ്ട്രേഷൻ മോഡലിലാണോ? അപ്പോൾ ഏത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ട്രെയിനിങ്ങിലാണ്? അപ്പോൾ എന്താണ് ട്രെയിനർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതും കൂടി ട്രെയിനിങ് മാനേജർക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രെയിനറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിനനുസരിച്ചുള്ള ട്രെയിനിങ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ്. ഏത് രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും കൂടി മാനേജർക്ക് ഡിസൈഡ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പം റോൾ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ചലഞ്ചസ്, ഇത് മൂന്നും എന്ത് തന്നെയാണ്? നമ്മൾ ഈ പറഞ്ഞ 4 പോയിന്റിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടുതൽ പോയിന്റുകൾ വേണമെങ്കിൽ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.